Yes. Hi all. Good afternoon. Hello, Mohan. ഇന്നലെ എവിടെ പോയി? പിന്നെ കൊന്നരാടനാണോ? അതോ വീട്ടില? വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കായി. അപ്പൊ ഇന്നലത്തെ ബാക്കിയാ എന്നെ എടുക്കുന്നത്. റെക്കോർഡിങ്സ് കണ്ടോ? അപ്പൊ എങ്ങനെ മനസ്സിലാവും? ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ ജസ്റ്റ് ഞാൻ ചുരുക്കി പറയാം. ഇന്നലെ നമ്മൾ പഠിച്ചത് ഹൗസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹൗസ് ബാങ്ക് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ബാങ്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു വെച്ചല്ലേ? ബാങ്ക് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടല്ലോ. ഈ നമ്മൾ നടത്തുന്ന പേയ്മെന്റുകളും ബാങ്ക് നമ്മൾ നടത്തുന്ന പേയ്മെന്റ്സ്, റെസീപ്റ്റ്സ്, അങ്ങനെയുള്ള എന്താണ് നമ്മൾ ബാങ്കിൽ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എന്താണ് ഒന്നെങ്കിൽ ബാങ്കുകളല്ല, നമ്മളിപ്പോ പേയ്മെന്റ്സ് കൊടുക്കുമ്പോഴായാലും റെസീപ്റ്റ്സ് സ്വീകരിക്കുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ബാങ്ക് ത്രൂ ആയിരിക്കും നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബാങ്കിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൗസ് ബാങ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പേയ്മെന്റുകൾ നടത്തുന്ന അതുപോലെ റെസിപ്റ്റ്സ് സ്വീകരിക്കുന്ന ബാങ്കിനെ നമ്മൾ വിളിക്കുന്നത് ഹൗസ് ബാങ്ക് എന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ബാങ്ക് ത്രൂ HDFC ബാങ്ക് ത്രൂ ആണ് എല്ലാ ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ HDFC ബാങ്ക് ആണ് നമ്മൾ ഹൗസ് ബാങ്ക് ആയിട്ട് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കേസ് സ്റ്റഡിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് SBI ആണ്. ഞാൻ ചെയ്ത് കാണിച്ചത് SBI ബാങ്ക് ആണ്. നമ്മൾ എന്ത് ചെയ്തു? SBI ഹൗസ് ബാങ്ക് ലെറ്റർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഹൗസ് ബാങ്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകാം, എന്നിട്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വേണ്ടത് ഞാൻ PPT ഷെയർ ചെയ്തിട്ട് പറയാം. ഓക്കെ, ഹൗസ് ബാങ്ക്. ഹൗസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മള് SAP-യില് ഈ പറഞ്ഞ പോലെ പർച്ചേസ് പേയ്മെന്റുകൾ പേയ്മെന്റുകൾ കൊടുക്കുന്നതും അതുപോലെ റെസിപ്റ്റ്സുകൾ സ്വീകരിക്കുന്നതുമായിട്ടുള്ള ബാങ്കിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൗസ് ബാങ്ക് എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ഹൗസ് ബാങ്ക് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഫൈൻ 1 2 പോയിട്ട് ഹൗസ് ബാങ്ക് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പനി കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എൻറർ ചെയ്ത് ന്യൂ എൻട്രീസ് എല്ലാം കൊടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മളിവിടെ ഹൗസ് ബാങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് SBI ആണ്. SBI-യുടെ കൺട്രിയും അതുപോലെ തന്നെ ഒരു യുണീക് ഐഡന്റിഫിക്കേഷൻ കീയും ഒക്കെ കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് അതിന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തു. ദെൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ബാങ്ക് ലെഡ്ജർ ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അക്കൗണ്ട് ID, കറണ്ട് അക്കൗണ്ട് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കറണ്ട് അക്കൗണ്ട് എന്ന് നമ്മൾ കൊടുക്കുക ചെയ്തു. ഇത്രയാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ക്രിയേഷൻ ഓഫ് ചെക്ക് ലോഡ്സ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരിക. ക്രിയേഷൻ ഓഫ് ചെക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെക്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് നമ്മളിവിടെ ഹൗസ് ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ത്രൂ ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ നമുക്ക് എത്ര ചെക്കുകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ബാങ്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ SBI പോയിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? നമുക്ക് ചെക്ക് തരും അല്ലെ? അപ്പൊ ആ ചെക്ക് ബുക്ക് തരും. ആ ചെക്ക് ബുക്കിന്റെ നമ്പർ, അതാണ് ലോഡ് നമ്പർ എന്ന് ഉദ്ദേശിച്ചത്. ചെക്ക് ബുക്കിന്റെ നമ്പർ, പുറത്തൊരു നമ്പർ ഉണ്ടാവും, അത് 2000 ആണെങ്കിൽ 2000. ഇനി ചെക്ക് ലീഫിന് നമ്പർ ഉണ്ടാവും അല്ലെ? ചെക്ക് ലീഫിന് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചെക്ക് ലീഫിന് നമ്പർ ഉണ്ടാവും. അത് ചെക്ക് നമ്പർ എന്നുള്ളത് കൊടുക്കുക. ലാസ്റ്റ് നമ്പർ എൻഡിങ് നമ്പർ 2 എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ലോഡ്സ് ക്രിയേറ്റ് ആവും. അതായത് നമുക്ക് ക്രിയേറ്റ് തന്നിട്ടുള്ള ഹൗസ് ബാങ്കിന്റെ ചെക്ക് ലീഫിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നെക്സ്റ്റ് അടുത്തേക്ക് വരികയാണെങ്കിൽ നെക്സ്റ്റ് വൺ എന്താണ്? നമ്മളിവിടെ ക്രിയേഷൻ ഓഫ് മാനുവൽ ചെക്സ് ആണ് നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ക്രിയേഷൻ ഓഫ് മാനുവൽ ചെക്ക് മീൻസ് നമ്മളിപ്പോ ഒരു പർച്ചേസ് നടത്തി, ദെൻ അവിടെ പേയ്മെന്റും കഴിഞ്ഞു. ഒരു 50,000 രൂപയുടെ പർച്ചേസ് നടത്തി, 50,000 രൂപയുടെ പേയ്മെന്റ് കൊടുത്തു. ദെൻ നമ്മൾ ഈ കൊടുക്കുന്ന പേയ്മെന്റ് ചെക്ക് വഴിയാണ് എങ്കിൽ, ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ചെക്ക് വഴിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? FC S5-ൽ വന്നിട്ട് ക്രിയേഷൻ ഓഫ് മാനുവൽ ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ മാനുവൽ ആയിട്ട് ചെക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടാലിയിൽ എങ്ങനെ ചെയ്യുന്നത്? ടാലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പർച്ചേസ് നടത്തുന്നു, പേയ്മെന്റ് കൊടുക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ നമ്മൾ ചെക്ക് കൊടുക്കുമായിരുന്നു അല്ലെ? ചെക്ക് നമ്പർ കൊടുത്തു, ചെക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിരുന്നു. സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യണം? ചെക്ക് ത്രൂ ആണ് പേയ്മെന്റ് നടത്തുന്നത് എന്ന് റെക്കോർഡ് ചെയ്ത് പോവാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല.
നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പേയ്മെന്റ് നടത്തും. ബാങ്ക് ത്രൂ ആണെങ്കിൽ ബാങ്ക് ത്രൂ പേയ്മെന്റ് നടത്തും. അത് കഴിഞ്ഞ ശേഷം FCH5 വന്നിട്ടാണ് ചെക്കാണ് നമ്മൾ അവിടെ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ചെക്ക് അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ചെക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു 5000 അല്ലെങ്കിൽ ഇപ്പൊ ഒരു 50,000 രൂപ നമ്മൾ പേ ചെയ്തു. ആ പേയ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. പേയ്മെന്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? FCH5 വന്ന് അത് ചെക്ക് വഴിയാണ് പേ ചെയ്തത് എന്ന് റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുക. അപ്പൊ അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. FCH5 എടുക്കുമ്പോൾ ഇതാണ് സ്ക്രീൻ വരിക. അവിടെ പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പറിന്റെ അവിടെ നമ്മൾ പേയ്മെന്റ് കൊടുത്ത ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാവുമല്ലോ. 5000 ആണെങ്കിൽ 5000, അല്ലെങ്കിൽ 2005 2005. ആ ഡോക്യുമെന്റ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കമ്പനി കോഡും ഫിസിക്കൽ ഇയറും അതുപോലെ ഹൗസ് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെക്ക് ഏതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അതവിടെ കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് ഓർഡറിൽ മാത്രം ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ 501 ഇഷ്യൂ ചെയ്തെങ്കിൽ അടുത്ത 502 മാത്രം കിട്ടും. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ മാത്രം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു. then അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് രജിസ്റ്ററിൽ പോയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. FCH പോയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മൾ നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുന്ന എങ്ങനെയാണ്? ഓക്കെ, ഒരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തത് എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? ഇവിടെ ശ്രദ്ധിച്ചിരിക്കും മോഹനെ, വേറെ എവിടെയാ നോക്കാൻ പോകുന്നത്? എന്താണ് നമ്മൾ എങ്ങനെ ചെക്ക് ക്യാൻസൽ ചെയ്യാം? അതായത് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഒരു ചെക്ക് ക്യാൻസൽ ചെയ്യുന്നത് FCH9 വന്നിട്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ മോഹൻ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു. അത് എന്തെങ്കിലും കാരണം വെച്ചാൽ എന്താണ് കീറി പോവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അതെന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യണം. അപ്പൊ എന്ത് കൊടുക്കണം? വോയിഡ് ഇഷ്യൂ ചെക്ക് കൊടുക്കും. FCH9 വന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് റീസൺ എന്നൊക്കെ കൊടുത്ത് വോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ചെക്ക് ക്യാൻസൽ ആവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയിരുന്നത് എൻകാഷ്മെന്റ് ഓഫ് ചെക്ക് ആണ്. നെക്സ്റ്റ് വരുന്നത് എൻകാഷ്മെന്റ് ഓഫ് ചെക്ക്. അതായത് ഞാനിപ്പോ മോഹന് ചെക്ക് ഇഷ്യൂ ചെയ്തു, ഒരു 60,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു. മോഹൻ അത് ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് ഫണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ പോയിട്ട് എൻകാഷ്മെന്റ് ഓഫ് ചെക്ക് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ വരികയാണ്, നമ്മുടെ ബാങ്കിൽ നിന്ന് ഫണ്ട് പോയി, ഫണ്ട് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഫണ്ട് പോയതായിട്ട് റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നേരെ എൻകാഷ്മെന്റ് ഓഫ് ചെക്ക് ചെയ്യും. ഒന്നെങ്കിൽ നമ്മുടെ ചെക്കിന്റെ സ്റ്റാറ്റസ് വോയിഡ് ആയിരിക്കും, അതല്ലെങ്കിൽ എൻകാഷ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ അത് വോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് എൻകാഷ്മെന്റ് ആയിരിക്കും. നമ്മുടെ ഡേറ്റ് പറയുന്നുണ്ട്. വോയിഡ് ആയിട്ടുണ്ടെങ്കിൽ വോയിഡ് ഡേറ്റ് നമ്മൾ കൊടുക്കും, എൻകാഷ്മെന്റ് ആണെങ്കിൽ എൻകാഷ്മെന്റ് ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാനായിട്ടുള്ളത് റീനമ്പറിംഗ് ആണ്. ഹെഡിങ് കൊടുക്കാം, റീനമ്പറിംഗ് FCH4. ഹെഡിങ് കൊടുക്കാം, റീനമ്പറിംഗ് FCH4. റീനമ്പറിംഗ് FCH4. ചെക്ക് റീനമ്പറിംഗ് FCH4. അവിടെ നോട്ട് പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. എന്താണ് റീനമ്പറിംഗ് എന്നാണ് പറയുന്നുണ്ട്. എന്താ റീനമ്പറിംഗ് allows you to void a check number and subsequently assign the next existing check number to the same document. അവിടെ വരെ നോട്ട് ചെയ്താലും മതി. ഇവിടെ വരയ്ക്കും ഒന്ന് നോട്ട് ചെയ്തു. Renumbering allows you to void a check number. Void എന്ന് വെച്ചാൽ ക്യാൻസൽ ആണ് കേട്ടോ. Void a check number and subsequently assign the next existing check number to the same document. എന്താണ് റീനമ്പറിംഗ് എന്ന് പറയാം? ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50,000 രൂപയുടെ ചെക്ക് ഞാൻ മോഹൻ ഇഷ്യൂ ചെയ്തു. ഓക്കെ, 50,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്ത ചെക്ക് നമ്പർ 500 ആണെന്ന് വിചാരിക്കും. ചെക്ക് നമ്പറിന്റെ നമ്പർ ലാസ്റ്റ് നമ്പർ ആണ് ഞാൻ പറഞ്ഞത്, 500 ആണ് ചെക്കിന്റെ നമ്പർ. ഈ ചെക്ക് എന്ത് ചെയ്തു? മോഹന്റെ കയ്യിൽ നിന്ന് അത് വോയിഡ് ആയിപ്പോയി. അതായത് അത് കീറിപ്പോയതായിരിക്കാം. അത് കീറിപ്പോയി. അതെന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി ബാങ്കിൽ കൊണ്ടുപോയിട്ട് കാണിച്ച് ഫണ്ട് എടുക്കാൻ വേണ്ടി മോഹന് പറ്റില്ല.
അപ്പൊ അത് മോഹൻ നമ്മളെ അറിയിച്ച സംഭവം നമ്മൾ അത് ചെയ്യും, അത് വോയിഡ് ചെക്ക് ആക്കി മാറ്റും അല്ലെ. അതെന്ത് ചെയ്യും, ഞാൻ അത് ക്യാൻസൽ ചെയ്യും, ആ ചെക്ക് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും മോഹന് പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്യും. 501 എന്ന് പറഞ്ഞ് പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്യും അല്ലെ. അപ്പൊ ഞാനിവിടെ 2 കാര്യങ്ങൾ ചെയ്തതായിട്ടുണ്ട്. ഒന്ന്, നിലവിലുള്ള ആ ഒരു ചെക്ക് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അതായത് FCH9 പോയിട്ട് ഞാൻ നിലവിൽ ഇഷ്യൂ ചെയ്ത ആ ചെക്ക് ആദ്യം അത് ക്യാൻസൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പുതിയ ചെക്ക് ഞാൻ അവിടെ ഇഷ്യൂ ചെയ്യണം. ഇപ്പൊ 2 കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഒന്ന്, FCH9 പോയിട്ട് ആദ്യം അത് ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് FCH5 പോയിട്ട് പുതിയത് ഇഷ്യൂ ചെയ്യണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ, അതായത് സെയിം ഡോക്യുമെന്റ് നമ്പർ തന്നെ നമ്മൾ ഒരു ചെക്ക് ക്യാൻസൽ ചെയ്ത് അടുത്ത ചെക്ക് ഇഷ്യൂ ചെയ്യണം. അപ്പൊ ഈ 2 സ്റ്റെപ്പ് നമ്മൾ 2 ആയിട്ട് ചെയ്യാതെ അതിന് പകരം ഒരൊറ്റ ഇതായിട്ട് നമുക്ക് ചെയ്യാം. അതാണ് FCH4 റീനമ്പറിംഗ്. ഞാൻ ഈ FCH4 പോയിട്ട് റീനമ്പറിംഗ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചെക്ക് സെലക്ട് ചെയ്തിട്ട് അത് ക്യാൻസൽ ആവുകയും അറ്റ് ദ സെയിം ടൈം തന്നെ പുതിയൊരു ചെക്ക് അവിടെ ഇഷ്യൂ ആവുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് FCH4 ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ. ആദ്യം നമ്മൾ അത് വോയിഡ് ആക്കണം, രണ്ടാമത് നമ്മൾ പുതിയ ഇഷ്യൂ ചെയ്യും. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് റീനമ്പറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. റീനമ്പറിംഗ് അലൗസ് യു ടു വോയിഡ് ചെക്ക് നമ്പർ. ഒരു ചെക്ക് നമ്പർ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റിന് നമുക്ക് സെയിം ഡോക്യുമെന്റ് നമുക്ക് ചെയ്യാം, ഒരു പുതിയൊരു ചെക്ക് നമ്പർ കൊടുക്കാനും പറ്റും. അതാണ് റീനമ്പറിംഗ്. ക്ലിയർ ആയോ? എന്താണ് റീനമ്പറിംഗ്? ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ FCH4. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മളുടെ കമ്പനി കോഡ് കൊടുക്കാം. FCH4ലേക്ക് വരിക, നേരെ നമ്മളുടെ കമ്പനി കോഡ് കൊടുക്കാം. FCH4 നേരെ കമ്പനി കോഡ് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് വൺ ഹൗസ് ബാങ്ക് എന്നുള്ളത് നമ്മുടെ ഹൗസ് ബാങ്ക് സെലക്ട് ചെയ്യണം. അതായത് SBI ആണ് ഹൗസ് ബാങ്ക് വരുന്നത്. SBI സെലക്ട് ചെയ്യുന്നത്. ഹൗസ് ബാങ്ക് എന്നുള്ളത് SBI എന്നുള്ളത് അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതവിടെ കൊടുത്തു. ഹൗസ് ബാങ്ക് SBI ആണ് അതവിടെ കൊടുത്തു. ഇനി അതെല്ലാം കൂടുതൽ ഹൗസ് ബാങ്ക് ഉണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ഏതാണ് ഹൗസ് ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഇവിടെ കമ്പനി കോഡ് കൊടുത്തു, ഹൗസ് ബാങ്ക് എന്നുള്ളത് SBI കൊടുത്തു, അക്കൗണ്ട് ID കറണ്ട് അസറ്റ് ആണ് CA കൊടുത്തത്. ഓക്കെ, ഇനി ഇവിടെ ചെക്ക് നമ്പർ ഫ്രം എന്നുള്ളത് ഏത് ചെക്കാണോ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് ആ ചെക്കാണ് കൊടുക്കേണ്ടത്. ഏത് ചെക്കാണോ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് ആ ചെക്കിന്റെ നമ്പർ വേണം അവിടെ കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഒന്ന് റിപ്പോർട്ടിലേക്ക് വരാം. നമുക്ക് അത് ചെക്ക് വല്ലതും കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ടൊരു നമ്പർ കൊടുക്കാം. നമുക്ക് 2 ചെക്കുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. ഒരു 1,02,000ന്റെയും 1,02,001ന്റെയും. ഈ 2 ചെക്കുകളും നമ്മൾ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, എൻക്യാഷ് ചെയ്തു. ഇത് 2 ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ചെക്ക് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇത് 2 നമ്മൾ ഒന്ന് എൻക്യാഷ് ചെയ്ത് ഒന്ന് വോയിഡ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു ചെക്ക് അവിടെ ഇഷ്യൂ ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ റിപ്പോർട്ടിലേക്ക് വരാം. ബാങ്കിന്റെ ലെഡ്ജർ ബാങ്ക് ലെഡ്ജർ നമുക്ക് നോക്കാം. ബാങ്ക് ലെഡ്ജറിൽ നമ്മൾ ഇന്നലെ നോക്കിയത് ഒരു പർച്ചേസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ആണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് നോക്കാം. പ്രീപെയ്ഡ് റെന്റ് പെയ്ഡ് 35,000. ഈ ഒരു ഡോക്യുമെന്റ് നമ്പർ ഏതാ, 1018 എന്ന് പറഞ്ഞ ഈ ഒരു ഡോക്യുമെന്റ് നമ്പർ നമ്മൾ കൊടുക്കുന്നത് ചെക്ക് വഴിയാണെന്ന് വിചാരിക്കാം. എന്റെ പേയ്മെന്റ് നടന്നു കഴിഞ്ഞു, എത്രയാ, 35,000 രൂപ പേ ചെയ്തു. ആ പേയ്മെന്റ് നടന്നിട്ടുള്ളത് ചെക്ക് വഴിയാണ്. അതാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. പേയ്മെന്റ് നടന്നത് ചെക്ക് വഴി. 1018 വരാം.
ഇവിടെ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക 1018 ആണ് കണ്ടത് അല്ലെ. ഡോക്യുമെന്റ് നമ്പർ 1080 ആണ് ഡോക്യുമെന്റ് നമ്പർ. ഫിസിക്കൽ ഇയർ കൊടുക്കുക 2025. ഹൗസ് ബാങ്ക് SBI ആണ്. SBI. അക്കൗണ്ട് ID കറണ്ട് അക്കൗണ്ട്. ചെക്ക് നമ്പർ കൊടുക്കുക. ചെക്ക് നമ്പർ 202 കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഡോക്യുമെന്റ് നമ്പർ, അതായത് നമ്മൾ പേയ്മെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് നമ്പർ കൊടുത്തു. ദെൻ ഫിസിക്കൽ ഇയർ കൊടുത്തു. പേയ്മെന്റ് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് വന്നിട്ടില്ല, ഇന്നത്തെ ഡേറ്റ് വന്നു. ചെക്ക് നമ്പർ കൊടുത്തു. ചെക്ക് നമ്പർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. 201 ഞാൻ കൊടുത്തു, 202 ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് 35,000 വന്നിട്ടുണ്ട്. ഇതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എമൗണ്ട് വന്നിട്ടുള്ളത്. കൊടുത്ത ഡോക്യുമെന്റ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ പേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽ ആയിട്ട് വരും. അതായത് നമ്മൾ എന്താണ് സപ്ലയറുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക് ഫിൽ ആയിട്ട് വരും. പക്ഷെ നമുക്ക് എക്സ്പെൻസസിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, നോർമൽ പേ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അത് അവിടെ ഫിൽ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ഫിൽ ചെയ്യണം. ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ആയതെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ആയിട്ട് വന്നേനെ. ഇവിടെ അങ്ങനത്തെ എന്താണ് ഡോക്യുമെന്റ് നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ പേര് നെയിം വന്നിട്ടില്ല. ഇതൊക്കെ നമുക്കൊരു പേര് കൊടുക്കാം. എന്താണ് RR ഹൗസ് കൊടുക്കും. ഒരു പേര് RR ഹൗസ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ മാൻഡേറ്ററി ഫീൽഡ് മാത്രം നമ്മൾ തൽക്കാലം ഫില്ല് ചെയ്യുന്നുള്ളൂ കേട്ടോ. എറണാകുളം സിറ്റി കൊടുത്തു. ഓക്കെ, ഇവിടെ ഇത് രണ്ടാണ് മാൻഡേറ്ററി. പിന്നെ കൺട്രി മാൻഡേറ്ററി ഫീൽഡ് മാത്രം ഫില്ല് ചെയ്തു. പേയുടെ നെയിം കൊടുത്തു, സിറ്റി കൊടുത്തു, കൺട്രി കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നേരെ സേവ് ചെയ്യാം. കണ്ടോ, ചെക്ക് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. മാനുവലി ചെക്ക് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ടിലേക്ക് വന്ന് നോക്കാം. ഓക്കെ, ഇതാ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തത് 1,02,202. പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പർ 1080. പേയ്മെന്റ് ഡേറ്റ്, കറൻസി INR, amount paid 35,000. Then ആർക്കാണ് നമ്മൾ പേ ചെയ്ത് RR ഹൗസ് എറണാകുളംകാർക്കാണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളോട് ഓർമ്മ. നമ്മൾ എൻകാഷ്മെന്റ് വേർഡ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഡേറ്റ് വരുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് റീനമ്പർ ചെയ്യാം. അതായത് അത് ക്യാൻസൽ ആയിട്ട് പുതിയ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി വരാം. അതിനുവേണ്ടി ഏതായിരുന്നു ട്രാൻസാക്ഷൻ കോഡ്? FCH4 എടുത്തു. കമ്പനി കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ ഏത് ചെക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്, ആ ചെക്കിന് നമ്പർ കൊടുത്തു. ഏതാണ്? 202 ആണ്, നമുക്കറിയാം. അതുകൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒന്നിലധികം ചെക്കുകൾ നമ്മൾ ഒരുമിച്ച് റീനമ്പർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 5-6 ചെക്ക് നമുക്ക് ഒരുമിച്ച് റീനമ്പർ ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രം നമ്പർ കൊടുക്കുക, ഇവിടെ ടു നമ്പർ കൊടുക്കുക. ഇന്നത്തെ മുതൽ ഇന്ന ചെക്ക് വരെ നമ്മൾ എന്താണ് ക്യാൻസൽ ചെയ്യാണ്, റീനമ്പർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രം നമ്പർ കൊടുക്കുക. അതേപോലെ ഇവിടെ ടു നമ്പർ കൊടുക്കുക. അപ്പൊ 205 വരാണെങ്കിൽ 205 കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അതായത് 202 മുതൽ 205 വരെ നമ്മൾ റീനമ്പർ ചെയ്യണം, ക്യാൻസൽ ചെയ്ത് പുതിയ ചെക്ക് ഇഷ്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ആ ടു നമ്പർ കൊടുക്കും. തൽക്കാലം നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, അതോടെ കൊടുത്തു. എന്നിട്ട് വോയിഡ് റീസൺ കൊടുക്കുക. സെർച്ച് ചെയ്താൽ മതി, കുറെ റീസൺസ് കാണാം. അതില് ഏതെങ്കിലും ഒരു റീസൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ന്യൂ ചെക്ക് നമ്പറിലൂടെ പുതിയ ചെക്കിന്റെ നമ്പർ കൊടുക്കുക. അടുത്ത ചെക്കിന്റെ നമ്പർ എത്രയാ? 203 ആണ്. ആദ്യത്തെ നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് നമ്പർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് റീനമ്പർ ചെയ്യേണ്ട ചെക്ക് ആദ്യം കൊടുത്തു, ഞാൻ റീസൺ കൊടുത്തു, പുതിയ ചെക്കിന്റെ നമ്പർ കൊടുത്തു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീനമ്പർ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ റീനമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഷിഫ്റ്റ് 6 അല്ലെങ്കിൽ റീനമ്പർ ക്ലിക്ക് ചെയ്യാം. റീനമ്പർ ഷിഫ്റ്റ് 6 അല്ലെങ്കിൽ റീനമ്പർ എടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു വാണിംഗ് മെസ്സേജ് വന്നാണ് എൻട്രൻസ് ആണ്. റീനമ്പേർഡ് ആയിട്ടുണ്ട് 1,02,202 എന്നുള്ളത് 203. നമുക്കൊന്ന് രജിസ്റ്റർ നോക്കാം. രജിസ്റ്റർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എക്സിക്യൂട്ട് ചെയ്യാം. നമ്മള് ഇപ്പൊ ഇവിടെ 203 ആയിട്ട് വന്നു. ചെക്ക് നമ്പർ 203 ആയിട്ടുണ്ട്. മോള് നോക്കിക്കഴിഞ്ഞാൽ കാണാം 202 എന്നാണ് വോയിഡ് മാനുവലി. 202 എന്തായി മാനുവലി, അത് വോയിഡ് ആയിട്ട് 202 അവിടെ വോയിഡ് ആയിട്ടുണ്ട്. അത് മാറി എന്തായി ഇവിടെ 203 ആയി മാറി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം റീനമ്പറിങ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്യാനായിരുന്നു. ആദ്യം അത് വോയിഡ് ആക്കണമായിരുന്നു, പിന്നെ എന്നിട്ട് വന്നിട്ട് പുതിയത് ഇഷ്യൂ ചെയ്യണം. അതിന് പകരം ചെയ്താൽ മതി, ഒറ്റ സ്റ്റെപ്പ് FCH ഫോറിൽ പോവാ, പുതിയ ഏതാണോ ക്യാൻസൽ ചെയ്ത് അത് കൊടുക്കുക, പുതിയ ചെക്കിന്റെ നമ്പർ കൊടുക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ദ നെക്സ്റ്റ് വൺ, void unissued or unused check. FCH3. Void unissued or unused check. FCH3. Void unissued or unused check. എന്താണെന്നുള്ളത് നോട്ട് ചെയ്തെടുക്കാം. Used to void a check that was assigned a number but not yet issued. ഇവിടെ void unissued or unused ചെക്ക് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ചെക്ക് ഉണ്ട്. ഈ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ അത് കംപ്ലൈന്റ് ആയിരിക്കും. എന്തെങ്കിലും നമുക്ക് മിസ്സിംഗ് ആയി പോവാ, അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ കയറി പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മറ്റൊരാൾക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോ 2003 വരെ നമ്മൾ ഇഷ്യൂ ചെയ്തു. ഇനി 204 ആണ് നമുക്ക് ഇഷ്യൂ ചെയ്തത്. 204 നോക്കുന്ന സമയത്ത് നമ്മൾ അത് ഇഷ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു, നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം കീറിപ്പോയി, നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് മറിയുന്ന സമയത്ത് അത് കീറിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒരാൾക്ക് കസ്റ്റമർക്ക് അത് അല്ലെങ്കിൽ ഒരു വെണ്ടറിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് കീറിപ്പോയി എന്ന് പറഞ്ഞാലും SFB പറയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് ചെക്ക് നമ്പർ എത്രയേ വരുള്ളൂ, 203 വരും, അല്ല 204 വരുള്ളൂ, 3 അല്ല 4. കാരണം എന്താണ്, കണ്ടിന്യൂസ് നമ്പറിങ് നടക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് നമ്മള് അൺഇഷ്യൂഡ് ആയിട്ടുള്ള ചെക്ക് അവിടെ ക്യാൻസൽ ആയി അവോയ്ഡ് ആയി എന്ന് റെക്കോർഡ് ചെയ്യും. എനിക്ക് മാത്രമേ ചെയ്യുള്ളൂ അടുത്ത ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ അടുത്ത നമ്പറിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ 205 കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എറർ മെസ്സേജ് വരും. 205 അല്ല 4 ആണ് എന്ന് പറഞ്ഞ എറർ മെസ്സേജ് വരും. പക്ഷെ 4 നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 എന്ത് ചെയ്തു, അതിന് എന്താണ് ക്യാൻസൽ ചെയ്യണം. കാരണം അത് എന്താണ്, ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുള്ളൂ. കാണാൻ പോകുമ്പോ എന്തെങ്കിലും കേസ് എന്ത് സംഭവിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം, എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വരിക, FCH3 വരിക. എന്താണ്, ഇഷ്യൂ ചെയ്യാത്ത ഒരു ചെക്ക് നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എവിടെ വരിക, FCH3 വരിക. ഒരു സപ്ലയർക്കും ഇഷ്യൂ ചെയ്യാത്ത ഒരു ചെക്ക് ക്യാൻസൽ ചെയ്യും. അതാണ് FCH3. ഓക്കെ, ചെയ്തു പറഞ്ഞു മനസ്സിലായോ എന്താന്നുള്ളത്? ഓക്കെ ആണോ? ഓക്കെ, FCH3 FCH3ലേക്ക് വരും. ഓക്കെ, ഹെഡിങ് ഉണ്ടോ, ഓൾഡ് ചെക്ക് നോട്ട് ഇഷ്യൂഡ്. ഓൾഡ് ചെക്ക് നോട്ട് ഇഷ്യൂഡ്, ഇഷ്യൂ ചെയ്യാത്ത ചെക്ക് കമ്പനിയുടെ കോഡ് ചെയ്യും. അതിൽ നമ്മുടെ കമ്പനി കോഡ് കൊടുക്കുക. അതിനുശേഷം ഹൗസ് ബാങ്ക് അക്കൗണ്ട് ID ഇത് നോട്ട് ചെയ്യണേ. കമ്പനി കോഡ്,
ഹൗസ് ബാങ്ക് അക്കൗണ്ട് ഐ ഡി. കമ്പനി കോഡ്, ഹൗസ് ബാങ്ക് അക്കൗണ്ട് ഐ ഡി. എന്നിട്ട് ഇവിടെ ഏത് ചെക്കാണോ നമുക്ക് ക്യാൻസൽ ചെയ്യുന്നത് ആ ചെക്കിന്റെ നമ്പർ ഉണ്ട്. നമ്മൾ ഇഷ്യൂ ചെയ്യാത്ത ഏത് ചെക്കാണ് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ആ ചെക്കിന്റെ നമ്പർ ഉണ്ട്. ഓക്കെ, നമ്പർ കൊടുത്തു. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അത് ക്യാൻസൽ ചെയ്യുന്നത്? 2 നമ്പർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇത്ര നമ്പർ ചെക്ക് വരെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ അതും ഇവിടെ കൊടുക്കാം. ഒരു 207 വരെയുള്ള ചെക്ക് മൊത്തം നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഫുൾ നമ്മൾ ക്യാൻസൽ ചെയ്യണം. 204 മുതൽ 207 വരെ മൊത്തം ചെക്കും എന്തിനും പറ്റി നമുക്ക് അത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രം നമ്പർ 2 നമ്പർ കൊടുക്കാം. എന്നിട്ട് റീസൺ കൊടുക്കും. ഓക്കെ, റീസൺ കൊടുക്കും. ഏതെങ്കിലും ഒരു റീസൺ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ എന്താണോ റീസൺ അത് കമ്പനി പോകുമ്പോൾ പക്ക റീസൺ എന്താണോ അതവിടെ സെലക്ട് ചെയ്യും. ഓക്കെ, കമ്പനി കോഡ് കൊടുത്തു, ഹൗസ് ബാങ്ക് കൊടുത്തു, അക്കൗണ്ട് ഐ ഡി കൊടുക്കുക, കറണ്ട് അക്കൗണ്ട്. ദെൻ ഫ്രം നമ്പർ അവിടെ ഏത് ചെക്ക് ആണോ നമ്മൾ ഇഷ്യൂ ചെയ്യാതെ ക്യാൻസൽ ആവാൻ പോകുന്ന ആ ചെക്കിന്റെ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് അതിന്റെ റീസൺ കൊടുക്കുക. എന്നിട്ട് നേരെ വേൾഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വേൾഡിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, വേൾഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ചെക്ക് 2004 എന്നുള്ളത് വേൾഡായിട്ട് മാറിയിട്ടുണ്ട്. അതവിടെ വേൾഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് എടുക്കുമ്പോൾ എന്താണ് 1,04,000 ഇല്ല 205 ആയിരിക്കും നെക്സ്റ്റ് വരിക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇഷ്യൂ ചെയ്യാത്ത ഒരു ചെക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി FCH3ക്ക് വന്നാണ്. ഇനി അടുത്ത സിറ്റുവേഷനിലേക്ക് വരാം. അടുത്തതാണ് ക്യാൻസൽ ചെക്ക് രജിസ്റ്റർ. സോറി, ക്യാൻസൽ ചെക്ക് രജിസ്റ്റർ. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. വോയിഡ് ഇഷ്യൂഡ് ചെക്ക്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. വോയിഡ് ഇഷ്യൂഡ് ചെക്ക്. വോയിഡ് ഇഷ്യൂഡ് ചെക്ക്. ചെക്ക് വിത്ത് പേയ്മെന്റ്. പേയ്മെന്റ് ട്രാൻസാക്ഷൻ FCH8. Gold issued check with payment FCH8. Gold issued check with payment FCH8. With the payment document. With the payment document. Gold issued check with the payment document FCH. Issued check with the payment document FCH. Okay. Gold issued check with the payment FCH. അതായത് നമ്മൾ ഇത്ര നേരം ക്യാൻസൽ ചെയ്ത സമയത്ത് ഗോൾഡ് ചെക്ക് ഒക്കെ ചെയ്ത സമയത്ത് അവിടെ ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്. ചെക്കിന്റെ ക്യാൻസലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ പേയ്മെന്റ് അവിടെ ക്യാൻസൽ ആവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ചെക്ക് മാത്രം ക്യാൻസൽ ആവും. ചെക്കിന്റെ ക്യാൻസലേഷൻ അവിടെ നടക്കും, പക്ഷെ എന്ത് ചെയ്തില്ല, പേയ്മെന്റ് അതേപോലെ അവിടെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചെക്കും ക്യാൻസൽ ആവണം, അറ്റ് ദ സെയിം ടൈം പേയ്മെന്റ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം എന്ത് ചെയ്യണം, ചെക്കും ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ FCH9 നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെക്ക് മാത്രമാണ് ക്യാൻസൽ ആയിക്കൊണ്ടിരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ചെക്കും ക്യാൻസൽ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിന്റെ പേയ്മെന്റ് ഡോക്യുമെന്റ് കൂടെ ക്യാൻസൽ ചെയ്യണം.
രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം FCH8 ആണ്. ഓക്കെ, FCH8 നമ്മൾ ചെയ്യുന്നത്. FCH8 അതായത് നമ്മുടെ FCH9 നമ്മള് എന്താണ് ഇഷ്യൂ ചെയ്ത് ചെക്ക് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെക്ക് മാത്രമേ ക്യാൻസൽ ആവുള്ളൂ. എന്നാൽ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, FCH5 പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യണം, പേയ്മെന്റ് റെക്കോർഡ് പോയിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് നമ്പർ കൊടുത്ത് ചെയ്യണം. FCH9 യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ചെക്ക് മാത്രം അവിടെ ക്യാൻസൽ ആവുമ്പോൾ നമുക്കിത് രണ്ടും ക്യാൻസൽ ആവും. ചെക്കും ക്യാൻസൽ ആണ്, അതേപോലെ തന്നെ പേയ്മെന്റ് ഡോക്യുമെന്റും ക്യാൻസൽ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, FCH8 എടുക്കാം. FCH8 എടുക്കാം. FCH8. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. പേയ്മെന്റ് രണ്ടും ഒരുമിച്ച് ഒരേപോലെ ക്യാൻസൽ ആയിട്ട് പോകണം. ഏതെങ്കിലും ഒരു പേയ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് നോക്കാം. ബാങ്കില് ഔട്ട്സ്റ്റാൻഡിങ് സാലറി പെയ്ഡ്. പ്രീപെയ്ഡ് റെന്റിൽ നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ. FCH9 നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കാണാം, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചെക്ക് ക്യാൻസൽ ചെയ്തു. പകരം നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, നമ്പർ 1,02,3. ഇതിന്റെ പേയ്മെന്റും നമുക്ക് ക്യാൻസൽ ചെയ്യുന്നു, ചെക്ക് ക്യാൻസൽ ചെയ്യുന്നു. അതായത് നമ്മള് ഈ റിപ്പോർട്ടിൽ നമ്മൾ പേയ്മെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 35,000, അതും ക്യാൻസൽ ചെയ്യണം. അതേപോലെ ഈ ഒരു ചെക്കും നമുക്ക് ക്യാൻസൽ ചെയ്യണം. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ചെക്കും ക്യാൻസൽ ചെയ്യണം, അത് ചെയ്ത് പേയ്മെന്റ് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അതിന് എന്ത് ചെയ്യാം, FCH8 വരിക. കമ്പനി കോഡ്, ഹൗസ് ബാങ്ക്, അതുപോലെ തന്നെ അക്കൗണ്ട് ID കൊടുക്കുക. എന്നിട്ട് ചെക്ക് നമ്പർ കൊടുക്കുക. ഓക്കെ, ചെക്കിന്റെ നമ്പർ കൊടുക്കുക. ചെക്കിന്റെ നമ്പർ കൊടുക്കുക. ഇനി സെർച്ച് ചെയ്യാം. എന്നിട്ട് റീസൺ കൊടുക്കുക. റീസൺ കൊടുക്കുക. ചെക്ക് പേയ്മെന്റ് ടു ബി റിവേഴ്സ്ഡ് അവിടെ ചെക്ക് നമ്പർ കൊടുക്കുക. അതിനുശേഷം വോയിഡ് റീസൺ കോഡ് കൊടുക്കുക. വോയിഡ് റീസൺ കൊടുക്കുക. റിവേഴ്സൽ റീസൺ നമുക്ക് കൊടുക്കാം. എന്തുകൊണ്ടാണ് റിവേഴ്സ് ചെയ്തത്, റോങ് എൻട്രി എന്നോ അതിന് എടുക്കുന്നത്. ക്യാൻസൽ 1,000 into 1,000 ക്ലിയർ ആണ്. ക്യാൻസൽ ആവുന്നില്ല. 5% റേറ്റ് വരുന്നത്. ഇവിടെ ഒന്നിച്ച് ആപ്പ് ചെയ്തിട്ട് 5% കറണ്ട് ഡേറ്റ് കൊടുത്ത് ഒരു പേജിൽ ചെയ്യാം. അക്കൗണ്ടിനുള്ള ബിസിനസ് ഏരിയ നമുക്കൊന്ന് പേയ്മെന്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യണം കേട്ടോ. എമൗണ്ട് 20,000. ടെക്സ്റ്റ് എന്ത് വേണം, വെണ്ടർ പേയ്മെന്റ് കൊടുക്കാം. വെഞ്ചർ ഇല്ല,
ആർക്കാണ് ഏത് വെണ്ടറിനാണ് എക്സ്പോർട്ടിനേത് മാത്രം അവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് പേ ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ടാക്സ് പേ ചെയ്യാതെ എക്സ്പോർട്ട് ചെയ്യാൻ അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ടാക്സ് പേ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ അവരുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ടാക്സുകൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസ് പേ ചെയ്യാനായിട്ടുള്ളത് 50,000 രൂപയാണ്. സെയിം എമൗണ്ട് കൊടുക്കാം. 50,000 രൂപയുടെ പേയ്മെന്റ് ആണ് നമുക്ക് നടത്താനായിട്ടുള്ളത്. അത് തന്നെ പേ ചെയ്യാം. ഐഡിയയിൽ പേ ചെയ്യാം. വന്നിട്ട് 50,000 രൂപയുടെ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്യാം. ഇവിടെ അക്കൗണ്ടിലൂടെ എടുത്തു ബിസിനസ് ഏരിയ കൊടുക്കാം. എമൗണ്ട് 50,000 ആണ് പേയ്മെന്റ് കൊടുക്കുന്നത്. 50,000. നെക്സ്റ്റ് വെണ്ടർ പേയ്മെന്റ് കൊടുത്തു. അക്കൗണ്ട് അവിടെ വെണ്ടർ സെലക്ട് ചെയ്തു. വെണ്ടർ സെലക്ട് ചെയ്തു. എൻ്റർ ചെയ്യാം. ഓക്കെ, ഈ ഒരു 50,000 അഗെയിൻസ്റ്റ് ആണ് പേയ്മെന്റ്. സേവ് ചെയ്തു. ഓക്കെ, 5,009 വാസ് പോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാം. ചെക്ക് രജിസ്റ്റർ വന്ന് പേയ്മെന്റ് കമ്പനി കോഡ് നമ്മുടെ അതായത് അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. എക്സ്പോർട്ട് ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലുള്ള പേയ്മെന്റ് ബേസിൽ ഇനി നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാം. പേയ്മെന്റ് റെക്കോർഡ് ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്യാം. ഡോക്യുമെന്റ് നമ്പർ 5,009 ആണ്. പേയ്മെന്റ് ഡോക്യുമെന്റ് കോഡ് വന്നിട്ടുണ്ട്. ക്ലിയർ. ഇവിടെ ചെക്ക് നമ്പർ കൊടുത്താൽ മതി. നമ്മളിപ്പോ തന്നെ പേയ്മെന്റ് ഇട്ട് വന്നുകൊണ്ട് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നേരെ സേവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 2005 ആണ്. നമുക്ക് സേവ് ചെയ്യാം. നമ്മളിവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തു. ആ ഒരു പേയ്മെന്റ് കേസ് ആയിട്ട് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഇനി നേരെ വന്നിട്ട് നമ്മളുടെ പേയ്മെന്റും അതേപോലെ തന്നെ ചെക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം. FCHAയിൽ വന്നിട്ട് പേയ്മെന്റും രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ചെക്ക് നമ്പർ കൊടുക്കാം. 205 ആണ്. റീസൺ കൊടുക്കാം. റീസൺ കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നേരെ ക്യാൻസൽ പേയ്മെന്റ് കൊടുക്കാം. ക്യാൻസൽ പേയ്മെന്റ് എഴുതുമ്പോൾ പേയ്മെന്റ് ഫോർ ചെക്ക് എന്തായി, 205 വാസ് ക്യാൻസൽ. റിവേഴ്സ് ഡോക്യുമെന്റ് 804. ഇത് ക്യാൻസൽ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാം. റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇവിടെ ക്യാൻസൽ ആയി. 205 ക്യാൻസൽ ആയിട്ടുണ്ട്. വോയിഡ് ചെക്ക് ആയിട്ടുണ്ട്. ക്യാൻസൽ ആയി. ഡേറ്റ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിവിടെ ക്യാൻസൽ ആയി. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ വെണ്ടറിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇതാ ഈ ഒരു ഇത് പേയ്മെന്റ് കൊടുത്തതായിരുന്നു. അത് വീണ്ടും എന്തായി, ഓപ്പൺ സ്റ്റാറ്റസിലേക്ക് വന്നു. ഇവിടെ പേയ്മെന്റ് കൊടുത്തതായിരുന്നു, വീണ്ടും എന്തായി, അത് ഓപ്പൺ സ്റ്റാറ്റസിലേക്ക് വന്നു. വീണ്ടും എന്താണ്, 50,000 രൂപ കൊടുക്കാറെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാറ്റസിലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, അത് സെയിം ടൈം അതിന്റെ പേയ്മെന്റും ക്യാൻസൽ ആവും, അതേപോലെ തന്നെ അതിന്റെ ചെക്കും ക്യാൻസൽ ആവും. അപ്പൊ അതിനു വേണ്ടിയാണ്
void issued check with payment document FCHH ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടും ക്യാൻസൽ ആണെങ്കിൽ, അതായത് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു പേയ്മെന്റ് ഇട്ട് നോക്കാം, പഴയ കാര്യമൊക്കെ ഓർമ്മയുണ്ട് നോക്കാം. ഇത് പേയ്മെന്റ് ഇട്ടിട്ട് അതിന് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യുന്നതായിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കാണ്ടു, റീ നമ്പറിങ് എങ്ങനെയാ ചെയ്യുന്നതാണ്. പിന്നെ അൺഇഷ്യൂഡ് ആയിട്ടുള്ള ചെക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നുണ്ട്. പിന്നെ നമ്മൾ ചെക്കും അതേപോലെ തന്നെ പേയ്മെന്റും എങ്ങനെയാണ് ഒരുമിച്ച് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇന്നലത്തെ കേസ് സ്റ്റഡി ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബാക്കി ചെയ്താൽ മതി. ഇന്നലെ ഷെയർ ചെയ്തതിനകത്ത് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് 5, ഈ കേസ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്യാത്ത ഒരു ചെക്കാണ്, അത് ക്യാൻസൽ ആയിപ്പോയി. അതായത് അൺഇഷ്യൂഡ് ചെക്ക് ക്യാൻസൽ ആവുന്നതാണ് ഇത് ചെയ്യുന്നത്, കേസ് 5. ഓക്കെ, ഇനി കേസ് 6ലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എൻകാഷ്മെന്റ് ആണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻകാഷ്മെന്റ് ചെയ്യാം. കേസ് 7ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പർച്ചേസ് നടക്കുന്നുണ്ട്, മോഡേൺ ബേസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, ദെൻ ബില്ല് ഇഷ്യൂ ചെയ്യാം. ബില്ല് ഇഷ്യൂ ചെയ്യണം. നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാണെങ്കിൽ മോഡേൺ വേസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു. പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ചെക്ക് ക്യാൻസൽ ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്യാം. സോറി, പേയ്മെന്റും ചെക്കും രണ്ടും ക്യാൻസൽ ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പഠിച്ച ലാസ്റ്റ് നമ്മൾ ആദ്യം ചെയ്തു, മോഡേൺ വേസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതായിട്ട് റെക്കോർഡ് ചെയ്യാം. ചെക്ക് വഴി പേയ്മെന്റ് കൊടുക്കുന്നതായിട്ട് റെക്കോർഡ് ചെയ്യാം. ദെൻ അതിനുശേഷം പേയ്മെന്റും അതേസമയം ചെക്കും രണ്ടും ക്യാൻസൽ ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നു, പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നു, ചെക്ക് ത്രൂ ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നു, പേയ്മെന്റും രണ്ടും ക്യാൻസൽ ചെയ്യാം. FCHH പോയിട്ട് രണ്ടും ക്യാൻസൽ ചെയ്യും. നെക്സ്റ്റ് ആണ് ലാസ്റ്റ് കേസ് 9ലേക്ക് വരുമ്പോ ഇതിവിടെ ഒരു പേയ്മെന്റ് കൊടുക്കാണ്. എന്താണ്, മോഡേൺ വേസിൽ നമ്മൾ മോഡേൺ വേസിൽ പേയ്മെന്റ് കൊടുക്കുന്നു, ചെക്ക് ഇഷ്യൂ ചെയ്യാം. അത്രേ ഉള്ളൂ. അതായത് നമ്മളിവിടെ ക്യാൻസൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പുതിയത് നമ്മൾ കൊടുക്കും. അത്രേ ഉള്ളൂ. ഇത്രയാണ് എന്ത് ചെയ്യാനുള്ളത്. കേസ് 5 ചെയ്യാം, കേസ് 7 ചെയ്യാം, കേസ് 8, കേസ് 9. ഈ 3 കേസുകൾ ഇന്ന് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു. റെക്കോർഡിങ്സ് ഫസ്റ്റ് കാണുക, അതിനുശേഷം ക്ലിയർ ചെയ്യുക കേട്ടോ. ഇന്നത്തെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.